ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അഭിഷേക് ശ്രീകുമാറിന് നേരെയാണ് ഇന്ന് ലാലേട്ടൻ വന്നിരിക്കുന്നത്. വന്ന ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും അഭിഷേക് ശ്രീകുമാർ ഒരുപാട് വോട്ടുകളോട് ഇപ്രാവശ്യം നോമിനേഷനിലും വന്നിട്ടുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം തന്നെ കുടുംബാംഗങ്ങൾ പറഞ്ഞത് അഭിഷേക് ശ്രീകുമാർ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് അവിടെ സംസാരിച്ചു എന്നായിരുന്നു. അത് തന്നെയാണ് അപ്പൊ കാരണം. കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ട് സംസാരിക്കുക, ജാതിക്ക് എതിരായിട്ട് സംസാരിക്കുക, ഇതൊക്കെ വലിയൊരു വിഷയം തന്നെയാണ് ബിഗ് ബോസിൽ. അവിടുത്തെ നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ താക്കീത് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ യെല്ലോ കാർഡ് കൊടുക്കുമ്പോൾ വലിയൊരു വാണിംഗ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ലാലേട്ടൻ പറയുന്നത് ഞാൻ ഒരു സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത്, യെല്ലോ കാർഡായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇത് കഴിയുമ്പോൾ തരാൻ പോകുന്നത് റെഡ് കാർഡാണെന്നും അപ്പോൾ അത് കാണിക്കുമ്പോൾ തന്നെ എന്റെ അടുത്തേക്ക് വരാമെന്നും പുറത്തേക്ക് പോകാമെന്നൊക്കെയാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പൊ ആർക്കാണെന്ന് അറിയാമെങ്കിൽ എണീറ്റേക്കാൻ ലാലേട്ടൻ പറയുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും അഭിഷേക് ശ്രീകുമാറിന് തന്നെയാണ് യെല്ലോ കാർഡ്. അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ജയദീപിനെ അവരുടെ കമ്മ്യൂണിറ്റിയെ പറ്റി ഒക്കെ തന്നെ പറയുകയുണ്ടായി. അത് മാത്രമല്ല പുറത്തെ കാര്യങ്ങളും അഭിഷേക് ജയദീപിന്റെ അവിടെ അഭിഷേക് ശ്രീകുമാർ പറയുകയുണ്ടായി. അതുമാത്രമല്ല ബിഗ് ബോസിൽ തന്നെ കണ്ടസ്റ്റൻസ് ആയിട്ട് ഈ കമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് പേര് അഭിഷേക് ശ്രീകുമാറിനെ പുറത്താക്കണം എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനെതിരെ വലിയൊരു ആക്ഷൻ തന്നെ എടുത്തിട്ടുള്ളത്. ഓൾറെഡി ബിഗ് ബോസ് താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അഭിഷേക് ശ്രീകുമാർ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സായി കാര്യം പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇനി വലിയൊരു വാണിംഗ് ഉണ്ടാവില്ല. അത് ഓൾറെഡി ബിഗ് ബോസ് ഒന്ന് വാൺ ചെയ്ത് വിട്ട കാര്യമാണ്. പിന്നെയുള്ളത് ജാൻമണി നോറയെ തല്ലാൻ ചെന്നൊരു കാര്യമാണ്. അതാണെങ്കിലും ഇനി അടുത്ത പ്രാവശ്യം ആവർത്തിച്ചാൽ പറഞ്ഞു വിടുമെന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഭിഷേക് ശ്രീകുമാറിന്റെ കാര്യം തന്നെയാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. അഭിഷേക് ശ്രീകുമാറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ